അവസാനിപ്പിക്കാനൊരുങ്ങി BJP. നോക്കാം വിശദമായി. ലോക്സഭാ ഇലക്ഷൻ അടുത്തിരിക്കെ പുതിയ നീക്കം നടത്തി BJP. വ്യാജ പേരുകളിൽ കുമിഞ്ഞുകൂടിയ പണം ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചു. വിദേശ നിക്ഷേപകരിൽ നിന്ന് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പല പേരുകളിൽ നിക്ഷേപിച്ച് 210 കോടി രൂപയാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത്. ചെക്കുകൾ മാറ്റി നൽകാത്തതിനെ തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് 210 കോടി രൂപയുടെ സ്വത്ത് വിവരം പുറത്തു വന്നത്. ക്രൗഡ് ഫണ്ടിംഗ് പണം എന്ന തരത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പണം വ്യാജ അക്കൗണ്ട് പേരുകളിൽ ബാങ്കിൽ നിക്ഷേപിച്ചതായുള്ള വിവരം. ഈ വിവരത്തെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് വ്യാജ പണം ഒഴുകുന്ന ഉറവിടത്തെ പറ്റിയുള്ള വിവരം ആദായ നികുതി വകുപ്പിന് ലഭ്യമായത്. എന്നാൽ അജയ് മക്കാൻ പറയുന്നത് വൈദ്യുത ചെലവിനും ജീവനക്കാർക്കും ശമ്പളം നൽകാനും പണമില്ലാത്ത അവസ്ഥയാണ് നിലവിൽ സംജാതമായിരിക്കുന്നതെന്നാണ്. മാത്രമല്ല സുഗമമായ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഇത് ബാധിച്ചിട്ടുണ്ടെന്ന തരത്തിലാണ് അജയ് മക്കാൻ ഇതിനെ വളച്ചൊടിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഫണ്ട് നിരോധിച്ച നടപടിയെ ചോദ്യം ചെയ്ത് കൂട്ടുകക്ഷി മുന്നണി പ്രവർത്തകരും എക്സ് വഴി പ്രതിരോധ വലയം തീർത്തിട്ടുണ്ട്. എന്നാൽ രാജ്യത്ത് സുഗമമായി ഇലക്ഷൻ നടപടികൾ പൂർത്തിയാക്കണമെന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് വ്യാജപണം മരവിപ്പിച്ചതെന്നാണ് BJP ഇതിനോട് പ്രതികരിക്കുന്നത്. ഇത്തരത്തിൽ എത്തപ്പെടുന്ന തുക ഇനിയും മരവിപ്പിക്കുമെന്ന മുന്നറിയിപ്പും BJP ഇതിനോടകം നൽകി കഴിഞ്ഞു. വ്യാജപണം മരവിപ്പിച്ച തീരുമാനത്തെ അഭിനന്ദിച്ച് കോൺഗ്രസിൽ നിന്ന് BJPയിലെത്തിയ മുതിർന്ന നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം നടപടി ജനാധിപത്യ രാജ്യത്തിൽ നിലനിൽക്കാൻ പാടില്ല എന്ന തീരുമാനമാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ഭിന്നസ്വരത്തിൽ രാഹുൽ ഗാന്ധി മറുപടി പറയാത്തതും പ്രസക്തമാണ്.